1999 കാർഗിൽ യുദ്ധം നടന്നപ്പോൾ നമ്മെ സൈനികമായി സഹായിച്ച ഒരു രാജ്യം അല്ലെങ്കിൽ ആയുധങ്ങൾ തന്ന് സഹായിച്ചത് ഇസ്രയേലായിരുന്നു. അന്നു മുതൽ നമ്മുടെ രാജ്യവും ഇസ്രയേലും തമ്മിൽ സൈനികമായ സഹകരണം അങ്ങനെ ശക്തിപ്പെട്ട് വരികയായിരുന്നു. 2021 ഈ രണ്ട് രാജ്യങ്ങളിലെയും ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനുകൾ തമ്മിൽ അല്ലെങ്കിൽ സൈനിക രംഗത്ത് ഗവേഷണം നടത്തുന്ന ഇന്ത്യയുടെയും ഇസ്രയേലിൻ്റെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു സഹകരണ കരാർ ഒപ്പുവെച്ചു. 2017 നമ്മുടെ പ്രധാനമന്ത്രി മോദി ഇസ്രയേൽ സന്ദർശിക്കുകയും ചെയ്തു. അതോടെ ആ രാജ്യവുമായുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ ദൃഢതരമായി. പ്രതിരോധം, ആൻറ്റി ടെററിസം, കൃഷി, അതുപോലെ ജലവിഭവം, ഈ 4 മേഖലകളിലാണ് ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ വളരെ ശക്തമായ സഹകരണ കരാറുകൾ ഉള്ളത്. ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നുണ്ട്, അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. ഇതിലേറ്റവും രസകരമായ കാര്യം ഒരു അദാനി കണക്ഷനാണ്. അതത്ര നിസ്സാരമായ ഒന്നല്ല, വളരെ ശക്തമായ ഒരു ബന്ധമാണ്. ഇസ്രയേലിലെ ഏറ്റവും പ്രമുഖ ആയുധ നിർമ്മാണ സ്ഥാപനമാണ് എൽബിറ്റ് എന്ന് പറയുന്നത്. ഈ എൽബിറ്റും നമ്മുടെ അദാനി ഗ്രൂപ്പും തമ്മിൽ ഒരു സംയുക്ത സംരംഭം ആയുധ നിർമ്മാണ മേഖലയിലുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പൈലറ്റ് ഇല്ലാതെ തന്നെ പറപ്പിക്കാൻ കഴിയുന്ന വിമാനങ്ങൾ, അതുപോലെ മിസൈലുകൾ വഹിച്ചുകൊണ്ട് പറക്കുന്ന ഡ്രോണുകൾ, ശത്രുരാജ്യത്തു നിന്ന് അത്തരം ഡ്രോണുകൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന മറു ഡ്രോണുകൾ, ഇതൊക്കെയാണ് ആ ഗുജറാത്തിലെ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മോദിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം എൽബിറ്റുമായിട്ടുള്ള ഒരു സംയുക്ത സംരംഭം ഗുജറാത്തിൽ വന്നത്. സംയുക്ത സംരംഭം എന്ന് പറയുമ്പോൾ അവർക്ക് 49% ഓഹരി പങ്കാളിത്തമുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാതെ 10, 15, 20% ഓഹരികളല്ല. അതുമാത്രമല്ല, ഈ എൽബിറ്റിൻ്റെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലെ അദാനി ഹൗസിലാണ്. അത്രയ്ക്ക് വിപുലമായ ഒരു ആയുധ നിർമ്മാണ സ്ഥാപനമാണ് ഈ അദാനി എൽബിറ്റ് എന്ന് പറയുന്നത്. ഈ ഗുജറാത്തിലെ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇസ്രയേലിലേക്ക് നൽകുന്നത്. കഴിഞ്ഞ മെയ്യിൽ ചെന്നൈ തുറമുഖത്തു നിന്ന് ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളും വഹിച്ചുകൊണ്ടുള്ളൊരു കപ്പൽ പുറപ്പെട്ടു. അത് സ്പെയിനിലെ കാർത്തജീന എന്ന് പറയുന്ന തുറമുഖത്ത് അടുക്കാൻ ശ്രമിച്ചു. അതിന് അനുമതി ചോദിച്ചു. പക്ഷേ സ്പെയിൻ ഗവൺമെൻറ് അതിന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. 27 ടൺ മാരക സ്ഫോടന ശേഷിയുള്ള ആയുധങ്ങളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ആയുധങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സപ്ലയേഴ്സിൽ ഒരാൾ റഷ്യയാണ്. അപ്പോൾ റഷ്യയോടുള്ള നമ്മുടെ ആശ്രയത്വം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നാം ഇസ്രയേലുമായിട്ട് ഈ ആയുധ വാങ്ങൽ വിൽപ്പന കരാറിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഇസ്രയേലിൽ നിന്ന് $2.9 ബില്യൺ അമേരിക്കൻ ഡോളർ വില വരുന്ന ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള കണക്ക്. ഇസ്രയേലിന് ആയുധം നൽകേണ്ടെന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഇസ്രയേലുമായി സൈനിക സഹകരണം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അദാനിയുടെ കച്ചവടം പൂട്ടിപ്പോവും. അദാനിയും എൽബിറ്റും തമ്മിലുള്ള ഈ ജോയിൻറ്റ് വെഞ്ചർ, അതിൻ്റെ ഭാവി വളരെ അപകടത്തിലാകും. അതുമാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളുമുണ്ട്. നമുക്ക് റഷ്യയേക്കാൾ കൂടുതൽ ആദായകരമായ തരത്തിൽ ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കുമെങ്കിൽ നമുക്ക് ആയുധങ്ങൾ വേണം. അത് ഇസ്രയേലിൽ നിന്ന് ലഭിക്കുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആയുധം വാങ്ങുന്ന ഏർപ്പാട് നിർത്താനും സാധിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിനെ അങ്ങനെ തള്ളി പറയുക അത്ര എളുപ്പമല്ല. കാരണം അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ പോലും നാളെ ദോഷകരമായി ബാധിക്കാവുന്ന ഒന്നാവും.